യുഎസുമായുള്ള ഇറാന്റെ രണ്ടാം ഘട്ട ആണവ ചർച്ചയ്ക്ക് സമാപനം. ജനീവയിൽ നടന്ന ചർച്ച 3 മണിക്കൂർ നീണ്ടതായി ഇറാൻ ദേശീയ ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് തത്സമയ സൈനിക പരിശീലനത്തിനായി അടച്ചിട്ടതായി ഇറാൻ പ്രഖ്യാപിച്ച സമയത്താണ് ചർച്ച നടന്നത്. സൈനിക അഭ്യാസത്തിനായി ഹോർമുസ് കടലിടുക്ക് മണിക്കൂറുകളോളം അടച്ചിടുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതോടെ മേഖലയിൽ തങ്ങളുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുകയാണ് യുഎസ്. ഇതാദ്യമായാണ് ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചിടുന്നത്. ചർച്ചയ്ക്ക് ശേഷം യുഎസുമായി കരാറിലേക്കുള്ള വഴി തുറന്നതായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയാണ് വ്യക്തമാക്കിയത്. ഗൗരവമേറിയ ചർച്ചകൾക്കിടയിൽ ഒരു കരാറിന്റെ പ്രധാന തത്വങ്ങളിൽ ഇറാനും യുഎസും ധാരണയിലെത്തിയെന്നാണ് അരാഗ്ചി അറിയിച്ചത്. അതേസമയം ചില പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ആദ്യഘട്ട ചർച്ച ഫെബ്രുവരി 6 ഒമാനിൽ നടന്നിരുന്നു. ആണവ ചർച്ച ഫലം കണ്ടില്ലെങ്കിൽ ഇറാനെതിരെ സൈനിക നടപടിയുണ്ടാകുമെന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. ഇറാനിലെ ഭരണവിരുദ്ധ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തിയതിനെതിരെയും ട്രംപ് രംഗത്ത് വന്നിരുന്നു. എന്നാൽ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്നായിരുന്നു ഇറാന്റെ മറുപടി. യുഎസുമായുള്ള രണ്ടാം ഘട്ട ആണവ ചർച്ച ജനീവയിൽ നടക്കാനിരിക്കെ ഹോർമുസ് കടലിടുക്കിലേക്ക് ഇറാൻ മിസൈൽ പരീക്ഷണവും നടത്തിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇറാനിൽ നിന്നും അതിന്റെ തീരത്തു നിന്നും വിക്ഷേപിച്ച മിസൈലുകൾ ഹോർമുസ് കടലിടുക്കിലെ ലക്ഷ്യങ്ങളിൽ പതിച്ചതായി ഇറാൻ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ചൊവ്വാഴ്ച മണിക്കൂറുകളോളം ഹോർമുസ് കടലിടുക്കിലെ ചില ഭാഗങ്ങൾ ഷിപ്പിംഗ് സുരക്ഷ കണക്കിലെടുത്ത് അടച്ചിട്ടു. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ 20% കടന്നുപോകുന്ന പാതയാണിത്. ജനീവയിൽ ഒമാന്റെ മധ്യസ്ഥതയിൽ ഒമാനി അംബാസഡറുടെ വസതിയിലാണ് ഈ ചർച്ചകൾ നടന്നത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും അമേരിക്കൻ പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്നർ എന്നിവരും തമ്മിൽ പരോക്ഷ ചർച്ചകളാണ് നടന്നത്. ലോകത്തിലെ എണ്ണയുടെ 20% കടന്നുപോകുന്ന നിർണായക അന്താരാഷ്ട്ര വ്യാപാര പാതകളായ ഹോർമുസ് കടലിടുക്ക്, പേർഷ്യൻ ഗൾഫ്, ഒമാൻ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ തിങ്കളാഴ്ച രാവിലെ തങ്ങളുടെ അർദ്ധസൈനിക വിഭാഗം അഭ്യാസം നടത്തിയതായി ഇറാൻ സ്ഥിരീകരിച്ചിരുന്നു. ഇറാൻ തീരത്തേക്ക് യുഎസ് വീണ്ടും ബോംബാക്രമണവും ഇറാൻ വലിയ തോതിൽ നാവികാഭ്യാസങ്ങളും നടത്തുന്ന സാഹചര്യത്തിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച നടന്നത് എന്നതും പ്രധാനമാണ്. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നീക്കം നടത്തുമെന്ന സൂചന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നിരന്തരം നൽകിയിരുന്നു. അതിനിടെ ഇറാന് സമീപം യുഎസ് വിമാനവാഹിനി കപ്പലും യുദ്ധക്കപ്പലുകളും വിന്യസിച്ചതിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പ്രതികരണവുമായി രംഗത്തുമെത്തിയിരുന്നു. ഒരു വിമാനവാഹിനി കപ്പലിനേക്കാൾ അപകടകരമാണ് അതിന്റെ കടലിന്റെ അടിത്തട്ടിലേക്ക് അയക്കാൻ കഴിയുന്ന ആയുധം. യുഎസിന്റെ സൈന്യം ലോകത്തിലെ ശക്തമായ സൈന്യവുമാണ്. എന്നാൽ ആ സൈന്യത്തിന് തിരിച്ചു വരാൻ സാധിക്കാത്ത നിലയിൽ പ്രഹരം ലഭിച്ചേക്കാമെന്നും അദ്ദേഹം അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ചർച്ചകളുടെ ഫലം മുൻകൂട്ടി നിശ്ചയിക്കാനാണ് യുഎസിന്റെ ശ്രമമെന്നും അത് തെറ്റും വിഡ്ഢിത്തവുമായിരിക്കുമെന്നുമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. ഇറാനും യുഎസും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സൈന്യം തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. യുഎസിന്റെ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൺ ഇറാന്റെ സമീപത്തായി നിലയുറപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ലോകത്തെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡ് ഉടൻ തന്നെ മേഖലയിൽ എത്തിയേക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.